ഫുട്ബോൾ കളിക്കപ്പുറം ജീവിതമാക്കിയ കണ്ണൂരും മലപ്പുറവും സൂപ്പർ ലീഗ് കേരളയിൽ മുഖാമുഖം വന്നപ്പോൾ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിലെ ഗാലറി ആരാധകർ അടക്കി വാണു. പന്ത് തട്ടി തുടങ്ങിയത് മലപ്പുറം FC. ഗോളവസരങ്ങൾ തുടരെ സൃഷ്ടിച്ച കണ്ണൂർ വാരിയേഴ്സ് മലപ്പുറം FCയെ ഞെട്ടിച്ചത് 31-ാം മിനിറ്റിൽ. സ്വന്തം ഗ്രൗണ്ടിൽ വലകുലുക്കി വീണ്ടും താരമായി മുഹമ്മദ് സിനാൻ. ഇടയ്ക്കെത്തിയ മഴയിലും പക്ഷേ കളിയാവേശം അണഞ്ഞില്ല. 12 മിനിറ്റുകൾക്കപ്പുറം കണ്ണൂർ ആരാധകർ നിശബ്ദമാക്കി കോർണർ കിക്കിൽ നിന്ന് ലഭിച്ച പന്ത് വലയിലാക്കി മലപ്പുറത്തിന്റെ മറുപടി അബ്ദുൽ ഹക്കുവിന്റെ ബൂട്ടിൽ നിന്ന്. മലപ്പുറം, അത് മലപ്പുറത്തായാലും അത് കൊച്ചിയിലായാലും അത് തൃശ്ശൂരായാലും ഇനി മഴ അങ്ങ് കണ്ണൂരിൽ പെയ്തോട്ടെ. മലപ്പുറം ആദ്യ പകുതിയുടെ ഇടവേളയിൽ രസം കൊല്ലിയായി മഴ കനത്തു. 47-ാം മിനിറ്റിൽ മധ്യനിര താരം അബുലാഹി നൽകിയ ക്രോസ് ക്യാപ്റ്റൻ എയ്റ്റർ ഹെഡറിലൂടെ ഗോളാക്കി മാറ്റി. ഇതുപോലെ ഒരു മഴ സമയത്ത്, ഇതുപോലെ ഒരു പേമാരിയിൽ അന്ന് മലപ്പുറം പയ്യനാട്ട് കാലിക്കറ്റിനെതിരെ അടിച്ച ഗോളിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ മലപ്പുറം ലീഡെടുത്ത് നിൽക്കെ മഴ കളിമുടക്കി. 30 മിനിറ്റ് മത്സരം നിർത്തിവെച്ചു. മഴ മാറി കളി രണ്ടാം പകുതിയിൽ പുനരാരംഭിച്ചതോടെ ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ചു കളിച്ചു. 67-ാം മിനിറ്റിൽ നിദാലിലൂടെ കണ്ണൂർ സമനില പിടിച്ചു. രണ്ടാം പകുതിയിൽ കണ്ണൂർ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷൻ. മഴ മാറാൻ 1 മണിക്കൂർ കാത്തിരുന്ന 17,899 കാണികളും മത്സരാവേശത്തിന്റെ നേർക്കാഴ്ചയായി. 7 മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇരു ടീമുകളും 2 വിജയവും 4 സമനിലയും 1 തോൽവിയുമായി 10 പോയിന്റ് സ്വന്തമാക്കി. ഗോൾ ഡിഫറൻസിന്റെ വ്യത്യാസത്തിൽ മലപ്പുറം 4-ഉം കണ്ണൂർ 5-ഉം സ്ഥാനത്താണ്. ന്യൂസ് മലയാളം, കണ്ണൂർ.